ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ശ്രീതു മറുപടി നൽകിയില്ല. ചോദ്യങ്ങളോട് പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ശ്രീതുവിനെ കോടതിയിൽ ഹാജരാക്കും. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലേ? അന്വേഷണത്തോട് ഒരു തരത്തിലുള്ള സഹകരണവും ശ്രീതുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 3 ദിവസത്തെ കസ്റ്റഡിയിൽ ശ്രീതുവിനെ ബാലരാമപുരം പോലീസ് വാങ്ങിയിരുന്നു. നെയ്യാറ്റിൻകര കോടതിയാണ് ഇന്നലെ കസ്റ്റഡി അനുവദിച്ചത്. തിങ്കളാഴ്ച ഇത്തരത്തിൽ കസ്റ്റഡി തിങ്കളാഴ്ച രാവിലെ 10 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരുന്നത്. ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവെടുപ്പും നടത്താൻ വേണ്ടിയായിരുന്നു അന്വേഷണ സംഘം ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ തന്നെ കൃത്യം നടന്ന ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ചുകൊണ്ട് ശ്രീതുവിനെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പക്ഷേ തെളിവെടുപ്പിന്റെ സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ശ്രീതു ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോട് അനുകൂലമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള മറുപടിയും പോലീസിന് നൽകിയിട്ടില്ല. മാത്രവുമല്ല, ഇതിനുശേഷം ആ തെളിവെടുപ്പ് മിനിറ്റുകൾ മാത്രമേ നീണ്ടുള്ളൂ. അതിനുശേഷം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അവിടെ വെച്ചും ശ്രീതു ഒരു തരത്തിലുള്ള സഹകരണവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ബാലരാമപുരം പോലീസ് എത്തിയിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ, അത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, പരമാവധി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ശ്രീതുവിനെ കോടതിയിൽ തിരിച്ച് ഹാജരാക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ശ്രീതു അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിലൊരു ശ്രമം നടത്താൻ നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നില്ല. പരമാവധി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. സുജയ.